കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം മുതൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇ.പി. ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയാണ്. അന്ന് തന്നെ ഒരു പരസ്യശാസനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നു. പക്ഷേ അതിൽ തീരുമോ കാര്യങ്ങൾ? നാളെ തലസ്ഥാനത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. മുന്നണിയിലെ പല നേതാക്കളും മുതിർന്ന നേതാക്കളും അതോടൊപ്പം തന്നെ ഘടകകക്ഷികളും ഒക്കെ ഈ കൂടിക്കാഴ്ചയിലെ അതൃപ്തി പരസ്യമായി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. എന്ത് നടപടിയിലേക്കായിരിക്കും കടക്കുക പാർട്ടി? പിണറായി വിജയൻ അറിയാതെ ഈ കൂടിക്കാഴ്ച നടത്തില്ല, ഇത് പിണറായിക്ക് വേണ്ടിയുള്ള ഡീൽ നടത്താനുള്ള കൂടിക്കാഴ്ചയെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? ഇതാണ് നമ്മൾ വരുന്ന അരമണിക്കൂറിൽ സംസാരിക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ അതിഥികളുണ്ട്. മുതിർന്ന മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ NP ചേക്കുട്ടി, ഇടത് സഹയാത്രികരായ റെജി ലോക്കോസ് എന്നിവരാണ് നമുക്കിപ്പം അതിഥികളായി ചേരുന്നത്. ഇരുവർക്കും സ്വാഗതം. രണ്ടുപേരോടും എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഒരേ ചോദ്യം തന്നെയാണ്. LDF ഇടതുമുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ.പി. ജയരാജനെ മാറ്റണോ? ശ്രീ റെജി ലൂക്കോസ് ആദ്യം. അതിനൊരു മറുപടി ഒരിക്കലും എനിക്ക് പറയാൻ പറ്റത്തില്ല. ചോദിച്ചത് ഇടത് സഹയാത്രികൻ എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? അല്ല, എനിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാല് ഇ.പി. ജയരാജന്റെ വിഷയത്തിലുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ മുഖ്യമന്ത്രി അന്ന് തന്നെ മിനിറ്റുകൾക്ക് ശേഷം ശക്തമായ ഇതിനുള്ള മറുപടി പറഞ്ഞു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയി മത്സരിച്ച MP ജയരാജൻ അത് എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ടാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതെന്നുള്ളവരും സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ തീരുമാനം എന്താണെന്നുള്ളവർ അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റ് കൂടുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്താൽ അതിനുശേഷം സംസ്ഥാന പാർട്ടിയുടെ സെക്രട്ടറി പത്രസമ്മേളനം നടത്തും മാത്രമേ ഇവർ അറിയാൻ പറ്റൂ. പക്ഷെ അതിനു മുമ്പായിട്ട് ഇന്ന് സഖാവ് ഇ.പി. ജയരാജൻ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താ, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് ബോംബ് പൊട്ടിക്കണമെന്ന് എതിരാളികൾ തീരുമാനമെടുത്തിരുന്നു. അതിൽ ഞാൻ ബലിയാടായി. ഇതാണ് അതിന്റെ വസ്തുത. മുൻ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് പ്രകാശ് ജാവദേക്കർ എന്റെ വീട്ടിൽ വന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറ്റുന്നില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? മുൻ കേന്ദ്രമന്ത്രി എന്ന് അങ്ങനെ വെറുതെ പറയാൻ പറ്റുമോ? 2 വർഷം മുൻപ് കേന്ദ്രമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതാണ് പ്രകാശ് ജാവദേക്കർ. ഇപ്പോൾ പ്രകാശ് ജാവദേക്കറിന്റെ ചുമതല എന്താണ്? കേരളത്തിന്റെ പ്രഭാരിയാണ്. അതായത് കേരളത്തിൽ മറ്റു പാർട്ടികളിൽ നിന്ന് നേതാക്കളെ BJP-യിലേക്ക് എത്തിക്കുക, അതാണ് അദ്ദേഹത്തിന്റെ ചുമതല ഇപ്പോൾ. അല്ല, തീർച്ചയായിട്ടും ആ വക ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണ്. അത് കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ അത് അലയടിക്കുന്നുണ്ട്. ഇ.പി. ജയരാജനെ സംബന്ധിച്ചോടെ മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകം ഞാനിവിടെ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് ഒരു സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്നതിൽ വളരെയധികം മുൻപന്തിയിലുള്ള ഒരാളാണ്. അങ്ങനെ ഒരു പ്രകൃതമാണ് അദ്ദേഹത്തിന്റെ എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. സ്വാഭാവികമായിട്ടും കേരളീയ സംസ്കാരം വെച്ച് മറ്റു രാഷ്ട്രീയ നേതാക്കളോടെല്ലാം സൗഹൃദപരമായ രീതിയിൽ ഇടപെടുന്ന എന്നുള്ളത് നമ്മുടെ ഒരു പൈതൃകമാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ CPM-കാരെല്ലാം അങ്ങനെയാണ്. എല്ലാവരുമായിട്ട് മാന്യമായിട്ട് ഇടപെടുന്നവർ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതാപരഭാവം കൈവിട്ട് അപൂർവം ചില ആളുകൾ ഒഴിച്ച് എല്ലാവരും അങ്ങനെ ചെയ്യും. അതിനെ രാഷ്ട്രീയമായി കൂട്ടിക്കഴിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം അതിന് വിശദീകരണം തന്നു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് മാറ്റണോ ഇല്ലയോ തീരുമാനിക്കാൻ. ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് MV ഗോവിന്ദൻ നയിക്കുന്ന ഒരു ജാഥ നടക്കുന്ന സമയത്ത് ഇ.പി. ജയരാജൻ അതിൽ പങ്കെടുത്തില്ല. ഒരു കാര്യം, എവിടെ പങ്കെടുത്തു? എറണാകുളത്ത് വെച്ച് ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയെ ഷോൾ അണിക്കുന്ന ഒരു ക്ഷേത്രത്തിലെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ആദരിക്കുന്നതൊക്കെ ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതേ പരിപാടിയിലേക്ക് CPM-ന് തന്നെ കണ്ണൂരിൽ നിന്നുള്ള നേതാവ് P. ജയരാജനും ക്ഷണമുണ്ടായിരുന്നു. അതും ഒരു സൗഹൃദ ക്ഷണമായി നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ആ സൗഹൃദം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ജാഗ്രത P. ജയരാജൻ കാണിച്ചു. എന്തുകൊണ്ട് ആ ജാഗ്രത ഇ.പി. ജയരാജൻ കാണിച്ചില്ല? തീർച്ചയായിട്ടും ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് അത്തരം കാര്യങ്ങളിൽ ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു വളരെ വസ്തുത. നമ്മൾ മറിച്ച് സംസാരിക്കുന്നതിലൊന്നും അർത്ഥമൊന്നുമില്ല. കേൾക്കുന്ന ജനങ്ങള് മണ്ടന്മാരല്ലോ. അദ്ദേഹത്തിന്റെ ഭാഗത്ത് അങ്ങനത്തെ ഈ ജാഗ്രത കുറവ് അദ്ദേഹത്തിന് ശുദ്ധഹൃദയനായതുകൊണ്ടായിരിക്കാം ഉണ്ടായിട്ടുണ്ട്. അത് തർക്കിക്കാനൊന്നുമില്ല. അദ്ദേഹം തീർച്ചയായിട്ടും MP ഗോവിന്ദൻ മാഷ് കേരളത്തിന്റെ സമന്നതനായ നേതാവിനേക്കാൾ ഉപരിയായിട്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന ഒരു കേരള പര്യടനത്തിൽ അദ്ദേഹം മലബാർ ജില്ലകളിൽ നിന്ന് കൊഴിഞ്ഞു നിന്ന് ഈ ദിവസം തിരുവനന്തപുരത്ത് വന്ന് എറണാകുളത്ത് വന്ന് അദ്ദേഹം നന്ദകുമാറിന്റെ അമ്മയെ കാണാനല്ല എന്നുള്ളൊരു ഞാനന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തിട്ടാണ്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഡോക്ടറെ കാണാൻ വന്നാണ്. അപ്പോൾ ഈ ക്ഷേത്രഭാരമായി വിളിച്ചതനുസരിച്ച് ആ ക്ഷേത്രത്തിൽ ചെന്നു. ആ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ഇങ്ങനെ ഈ നന്ദകുമാറിന്റെ അമ്മയ്ക്ക് ഒരു പൊന്നാട അണിയിക്കണം എന്ന് പറഞ്ഞാൽ അണിയിച്ചേ ഉള്ളൂ എന്ന് അദ്ദേഹം വിശദീകരിച്ചു. എങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം ജാഗ്രത പുലർത്തേണ്ടതായിരുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സമ്മതിക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ താല്പര്യം. ശ്രീ NP ചേക്കുട്ടി, ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് കേരളം വിധി എഴുതുന്ന ദിവസം മുഖ്യമന്ത്രി കടുത്ത ഭാഷയിൽ തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്, വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വിമർശിച്ചത് എന്തിനെയാണ്? ആ കൂടിക്കാഴ്ചയല്ല, മറിച്ച് ആ കൂടിക്കാഴ്ചയിൽ സാക്ഷിയായി ഉണ്ടായ ആൾ TG നന്ദകുമാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, ഞാനും പലതവണ ഇപ്പോൾ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കൂടിക്കാഴ്ചയ്ക്കല്ല വിമർശനം, ആ കൂടിക്കാഴ്ചയ്ക്ക് ഒരു സാക്ഷി ഉണ്ടായി പോയി എന്നതിനാണ് വിമർശനം.
അല്ല, അങ്ങനെയല്ലത്. സാക്ഷി ഉണ്ടായിരുന്നില്ല. ഈ സാക്ഷി ആരാന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടാണ് ഈ ദല്ലാൽ നന്ദകുമാറിനെ പോലെയുള്ള വളരെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം യഥാർത്ഥത്തിൽ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി എല്ലാ ആളുകളുമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നതറിയാം. നേരത്തെ തന്നെ ദല്ലാൽ നന്ദകുമാറിൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളറിയാം. അപ്പോൾ ആ സാഹചര്യത്തിൽ ദല്ലാൽ നന്ദകുമാറിൻ്റെ കൂടെ വരുന്ന ഒരാളുമായിട്ട് ഒരു കൂടിക്കാഴ്ച അത് പ്രശ്നം തന്നെയാണ്. കാരണം അത് മുഖ്യമന്ത്രി സൂചിപ്പിച്ച മാതിരി അത് പലതരത്തിലുള്ള സന്ദേശങ്ങൾ പുറത്തേക്ക് നൽകും. അപ്പം അത് ആ കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതിൽ അതൊരു കാര്യമുണ്ട്. ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ള ഒരാളുടെ കാര്യം വരുമ്പോൾ ജയരാജൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് അത് ജാഗ്രതയോടുകൂടി കണ്ടിട്ടില്ല എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യം പ്രസക്തമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ജാവേദ്കർ അല്ല മറ്റുള്ള ആളുകളുമായിട്ടും നമ്മൾ പൊളിറ്റിക്കൽസിലുള്ള ആളുകൾ, പൊതുപ്രവർത്തന രംഗത്തുള്ള ആളുകൾ, പ്രത്യേകിച്ച് കേന്ദ്രം ഭരിക്കുന്ന ഒരു സർക്കാരും കേരളം ഭരിക്കുന്ന സർക്കാരും, രണ്ട് സർക്കാരുകൾക്കിടയിൽ ബന്ധങ്ങളുണ്ടാവും. ആ ബന്ധങ്ങൾ എല്ലാം നമ്മൾ സംശയദൃഷ്ടിയോടുകൂടി കാണുന്നതിൽ അർത്ഥമില്ല. പല തരത്തിലുള്ള ബന്ധങ്ങളുണ്ടാവും, പലതരത്തിലുള്ള സംഭാഷണങ്ങളുണ്ടാവും. അപ്പോൾ ആ നിലയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജാവേദ്കർ പോലുള്ള ഒരു സീനിയർ ആയിട്ടുള്ള ലീഡറാണ് അദ്ദേഹം. ജയരാജൻ കേരളത്തിലെ LDF കൺവീനറാണ്. അപ്പോൾ തീർച്ചയായും അത്തരം ബന്ധങ്ങൾ, അത്തരം സമ്പർക്കങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യമാണ്. കേന്ദ്രം ഭരിക്കുന്നുണ്ട്, കേരളം ഭരിക്കുന്നുണ്ട്, പല തരത്തിലുള്ള എനിക്ക് പ്രേമചന്ദ്രൻ MP പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ക്ഷണിച്ച് പാർലമെന്റിനകത്തെ ക്യാന്റീനിൽ വെച്ച് ഭക്ഷണം കഴിച്ചതിന് ഏത് രീതിയിൽ അന്ന് എളമരം കരീം വലിയ രൂക്ഷമായ ഭാഷയിലായിരുന്നു എളമര കരീം അടക്കമുള്ള നേതാക്കളൊക്കെ ആ കൂടിക്കാഴ്ച വിമർശിച്ചത്. ഇന്ന് കോൺഗ്രസ്, നാളെ BJP എന്ന് CPM തന്നെ ആവർത്തിച്ച് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അല്ല, അത് ഞാൻ ആ ഒരു എന്താ പറയുക വിമർശനം ശരിയായിരുന്നില്ല എന്നാണ് ഞാനും പറയുന്നത്. പ്രേമേന്ദ്രനെ പോലുള്ള ആളുകൾ, പ്രേമേന്ദ്രൻ മാത്രമല്ല പല ആളുകളും പ്രധാനമന്ത്രിയായി കണ്ടിട്ട് പ്രധാനമന്ത്രിയെ കാണാനായിട്ട് നമ്മുടെ ആളുകൾ പലപ്പോഴും പോകുന്നുണ്ട്, നിവേദനം കൊടുക്കുന്നുണ്ട്, പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതെല്ലാം പാർട്ടിക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് 5 or 8 ആളുകൾ ഒരു ഭക്ഷണത്തിന് ക്ഷണിച്ചു. അതിലൊന്നും ഒരു വലിയ തെറ്റ് പറയുന്നതിൽ അർത്ഥമില്ല. അത് അന്ന് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ അവർക്ക് രാഷ്ട്രീയമായിട്ട് ചെറിയ വിഷയങ്ങൾ പോലും അമിതമായിട്ട് വലുതാക്കി അനാവശ്യമായിട്ട് പ്രകോപനം ഉണ്ടാക്കുക എന്നുള്ള ഒരു രീതിയാണ്. ഇപ്പം അവർക്ക് തിരിച്ചടിക്കുന്നത് മാത്രമല്ല. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളിലും പൊതുരംഗത്തുള്ള ആളുകൾ, പ്രേമേന്ദ്രനായാലും ശരി, ജയരാജനായാലും ശരി, സതീശനായാലും ശരി, ആരായാലും ശരി, അവരൊക്കെ തന്നെ അധികാരത്തിലുള്ള ആളുകളുമായിട്ട് മറ്റു കക്ഷിയുള്ള ആളുകളുമായിട്ട് സംസാരിക്കാനേ പാടില്ല. ഒരു തരത്തിലുള്ള സമ്പർക്കമേ പാടില്ല. ഇതങ്ങനെ ജാതിബോധവും മതദ്വേഷവും എന്നുള്ള നാടൊന്നുമില്ലല്ലോ. എല്ലാവർക്കും പരസ്പരം സംസാരിക്കാനുള്ള അവകാശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാം കൂടെ മറ്റേ പാർട്ടിയിലേക്ക് പോകാന്നൊക്കെ പറയാം. അതെങ്ങനെയാണ് പറ്റുക? ആരും അങ്ങനെ ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആള് ദീർഘകാലം പ്രവർത്തിച്ച ആദ്യം പറഞ്ഞത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കൂടിക്കാഴ്ച ഈ മകന്റെ ഫ്ളാറ്റിലെ കൂടിക്കാഴ്ചയായിരുന്നില്ല, മറിച്ച് ഡൽഹിയിലേക്ക് വിമാനത്തിൽ പോയിരുന്നു. EP-യും നന്ദകുമാറും പോയി, അതിന് പിന്നാലെ ശോഭ പോയി. പക്ഷെ അവിടെ എത്തി ഒരു ചർച്ചകളൊക്കെ 90% മുന്നോട്ട് പോകുന്ന സമയത്ത് EP ജയരാജന് ഒരു ഫോൺ കോൾ വന്നു. അത് തിരിച്ചു വന്നു. പിന്നീട് ആ ചർച്ചകൾ അവിടെ വഴി മുടങ്ങി എന്നാണ്. അതായത് ഈ പറഞ്ഞ കൂടിക്കാഴ്ചയ്ക്ക് അപ്പുറം കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നു എന്ന് വേണം അങ്ങനെയാണെങ്കിൽ അനുമാനിക്കാൻ. അല്ല, EP ജയരാജൻ BJP-യിൽ ചേരാൻ വേണ്ടിയിട്ട് ചർച്ചകൾ നടത്തി. അദ്ദേഹം 90% BJP-യുമായിട്ടുള്ള ചർച്ചകൾ പൂർത്തിയാക്കി. പിന്നീട് പിണറായി വിജയൻ ഗുണ്ടകളെ അയച്ച് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി, അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു. ഇതൊക്കെ എനിക്ക് സത്യത്തിൽ ശോഭാ സുരേന്ദ്രനെ പോലുള്ള ആളുകൾ രണ്ട് കാരണം കൊണ്ട് അത് വിശ്വാസ്യതയില്ല. ഒന്നാമത്തെ കാര്യം, ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോയി, ഞാനാണ് ചർച്ചയ്ക്ക് ഉത്തരവാദിയായിട്ടുള്ള ആളുകൾ. അദ്ദേഹത്തെ അവരുടെ പാർട്ടിയിൽ തന്നെയുള്ള MT രമേശ്, അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ ഈ വിഷയമൊന്നും അറിയില്ല എന്ന്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരു പാർട്ടിയിലേക്ക് ആരെങ്കിലും അഥവാ വരുന്നുണ്ടെങ്കിൽ തന്നെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ നാട്ടുകാരോട് വിളിച്ചു പറയുക. അങ്ങനെയാണ് ആ പാർട്ടിക്ക് എന്ത് വിശ്വാസ്യതയുള്ളത്? BJP എന്ന് പറഞ്ഞ പാർട്ടിയിലേക്ക് ആരെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരെ ഇങ്ങനെ പൊതുസമൂഹത്തിന് മുമ്പിൽ അപഹാസ്യരാക്കുന്ന പണിയാണ് BJP-ക്കാർ ചെയ്യുന്നതെങ്കിൽ ആ പാർട്ടിക്ക് എന്ത് വിശ്വാസ്യതയുള്ളത്? രണ്ടാമത്തെ കാര്യം, ശോഭാ സുരേന്ദ്രൻ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അവർ കാശ് വാങ്ങി, അവർ ഇതെല്ലാം നന്ദകുമാറിന് 10 ലക്ഷം രൂപ വാങ്ങിച്ചു. അത് കാശ് തിരിച്ചു വെച്ചപ്പോൾ അവർ എന്ന് പറയാണ്. കാശ് ഒന്നുകിൽ തിരിച്ചു കൊടുക്കണം, അല്ലെ ഭൂമി കൊടുക്കണം. രണ്ടും അവർ ചെയ്തിട്ടില്ല. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ ഈ ആരോപണത്തിന് പ്രസക്തിയില്ല. രണ്ടാമത്തെ കാര്യം, ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ന്യായവുമല്ല. അവരഥവാ അങ്ങനെ ഒരു ഇടനിലക്കാരിയാണെങ്കിൽ അവരത് പറയാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം, ഈ EP ജയരാജൻ അങ്ങനെ പെട്ടെന്ന് ചാടിക്കേറിയിട്ട് കേരളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യവും 19 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യവും എല്ലാം വിട്ടെറിഞ്ഞ് BJP
BJP-യിലേക്ക് പോയിട്ട് അദ്ദേഹത്തിന് എന്താ കിട്ടാനുള്ളത്? മഹാരാഷ്ട്ര ഗവർണർ സ്ഥാനോ? ഇതൊന്നും വിശ്വാസ്യതയുള്ള ഒരു ആരോപണമല്ല എന്ന് ഞാൻ പറയുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞ ഈ പാബയുണ്ടല്ലോ, TG നന്ദകുമാർ, ഇത് ആദ്യമായിട്ടല്ല. അപ്പം ഈ കൂടിക്കാഴ്ച 1 വർഷം മുൻപാണെങ്കിൽ അതിനു മുൻപാണ് ഈ എറണാകുളത്ത് അദ്ദേഹത്തിന്റെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരിപാടിയിലൊക്കെ പങ്കെടുത്തത്. അപ്പോൾ അത് പരസ്യമായ ആ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ അന്നും ഈ സമാനമായ രീതിയിലുള്ള ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നതാണ്. പിന്നെയും എങ്ങനെയാണ് ആ സൗഹൃദം നിലനിർത്താൻ EP ജയരാജന് കഴിഞ്ഞത്? അല്ല, അത് ഒരു കാഷ്വൽ ഇൻസിഡന്റ് ആണെന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞു. യാദൃശ്യപരമായിട്ട് സംഭവിച്ചതാണെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വാഭാവികമായിട്ട് നേരത്തെ ജയക്കുട്ടി സാർ പറഞ്ഞ പോലെ തന്നെ ജയക്കുട്ടി സാർ നല്ല നിരീക്ഷണമായിരുന്നു കാര്യം നടത്തിയിരിക്കുന്നത്. എനിക്ക് അതിനുപരിയായിട്ടൊരു കാര്യം പറയാം, പെട്ടെന്ന് പറഞ്ഞ ഒരു കാര്യം. അതായത് ആരാണ് EP ജയരാജനോട് കേരളം തിരിച്ചറിയണ്ടേ? കേരളത്തിൽ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് പൊതുജീവിതം എന്ന് പറയുന്നത് SFIയുടെ ഒന്നൊരാളാണ്. അതിലേക്ക് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു. ഓങ്കോൾ എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ വെച്ച് ട്രെയിൻ യാത്രക്കിടെ 2 RSSകാർ അദ്ദേഹത്തിനോട് വെടിവെച്ചു. അദ്ദേഹത്തിന്റെ അത് മഹാഭാഗ്യം കൊണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കുന്നത്. അതിലൊരു വെടിയുണ്ടയായിട്ട് അദ്ദേഹം പോകുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഒരു വെളിപ്പെടുത്തലുണ്ട്. 1 മാസം മുമ്പ് 1.5 മാസം മുമ്പ് വന്ന താൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല രാഷ്ട്രീയക്കാരിലുള്ള ആള് EP ജയരാജന. ഒരിക്കലും ഒരു ട്രെയിൻ യാത്രയിൽ രാത്രി അദ്ദേഹം ഓക്സിജന്റെ സഹായത്തോടെയാണ് അദ്ദേഹം ഉറങ്ങുന്നത്. എനിക്കത് വലിയ വിഷമം തോന്നി. അങ്ങനെ ഒരു മനുഷ്യൻ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, അതിലുപരിയായിട്ട് LDF-ന്റെ സംസ്ഥാന കൺവീനർ, ഇങ്ങനെ ഒരു രഹസ്യ ബാന്ധവത്തിലൂടെ BJP പോകുന്ന ആരെങ്കിലും വിശ്വസിക്കും? അദ്ദേഹത്തിന് അതുകൊണ്ടുള്ള നേട്ടം എന്താ? ഒന്ന് ആലോചിക്കും. ഇന്ത്യൻ പ്രസിഡന്റ് ആയാൽ പോലും അദ്ദേഹത്തിന് ഈ ഇതുപോലത്തെ ഒരു ചതി കാണിച്ച് പോകാൻ പറ്റുമോ? ഒരിക്കലും പോകത്തില്ല. അങ്ങനെ ഒരാളല്ല അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ചില വീഴ്ചകൾ, ജാഗ്രതകൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ എല്ലാ വിശേഷണങ്ങളും, താങ്കൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും MV ഗോവിന്ദൻ നയിച്ച ജാഥയിലും രാജ്ഭവൻ മാർച്ചിലും സ്ഥലത്തുണ്ടായിട്ട് പോലും മറ്റ് ഈ രീതിയിൽ ജാഗ്രത കുറവ് കാണിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയുന്ന EP ജയരാജൻ ഈ ജാഥയിലും മാർച്ചിലും ഒന്നും പങ്കെടുക്കാതിരുന്നത്? അല്ല, അതിന് അദ്ദേഹത്തിന്റെ വിശദീകരണമുണ്ട്. അന്ന് നമ്മളൊക്കെ ചർച്ച ചെയ്ത അദ്ദേഹം 1 മാസത്തെ അദ്ദേഹത്തിന്റെ ഈ ചികിത്സയായിട്ട് അദ്ദേഹം ഒരു രോഗിയാണ്. അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് 1 മാസത്തെ അവധി അപേക്ഷിച്ചിട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോയി. അദ്ദേഹം ട്രീറ്റ്മെന്റിലായിരുന്നു. അദ്ദേഹം ട്രീറ്റ്മെന്റ് നടത്തുന്ന വിഷ്വൽസ് ഒക്കെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് അദ്ദേഹം വിശദീകരിച്ചത്. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഞാനതിന് മറുപടി പറഞ്ഞതാണ്. അവിടെ മുഖ്യമന്ത്രി പറഞ്ഞതിന് അപ്പുറത്തൊന്നും പറയാൻ പറ്റില്ല. അതിലൊക്കെ ഒരു ജാഗ്രത കുറവ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഡോക്ടറെ കാണാനാണ് താൻ എറണാകുളത്ത് വന്ന, ഡോക്ടറെ പേര് വരുന്നത് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ആ ഒരു കാഷ്വൽ ഇൻസിഡന്റ് അതിനിടയ്ക്ക് ഉണ്ടായെന്നല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 കാര്യങ്ങൾ പറയാം. അതായത് KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന K.സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ BJP-യുടെ ആയിട്ട് ധാരണയിലെത്തി. അവസാനം ലാസ്റ്റ് KPCC പ്രസിഡന്റ് സ്ഥാനം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം തുടർന്നതെന്ന് പറഞ്ഞു. ഇന്നൊരു വലിയ സംഭവം, രാജ്യത്തെ ഞെട്ടിച്ചൊരു സംഭവം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഡൽഹി PCC പ്രസിഡന്റ് ഇന്ന് രാജിവെച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ ഡൽഹി പ്രദേശ് കമ്മിറ്റി പ്രസിഡന്റ് രാജിവെച്ചിരിക്കുന്നു. അതിന്റെ കോൺസിക്വൻസ് എത്ര വലുതാണെന്നറിയോ? അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡൽഹി ഭരണസ്ഥിരാകേന്ദ്രമായ ഡൽഹിയിലെ മത്സരത്തിന് തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതായിട്ടുള്ള അതൃപ്തി അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. രാജ്യത്തെ മുഴുവൻ അത് ബാധിക്കും. ഇപ്പൊ എന്ത് പ്രതിബദ്ധതയായി കോൺഗ്രസിലുള്ള, ആരെ വിശ്വസിക്കും കോൺഗ്രസിൽ? അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ EP ജയരാജന്റെ ഭാഗത്ത് കഴിഞ്ഞ 3 ദിവസമായിട്ട് അദ്ദേഹത്തെ നമ്മൾ ചരിതം, അദ്ദേഹത്തെ കുറിച്ച് വിമർശനാത്മകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആ രീതിയിൽ ക്രൂശിതമായിട്ട് ഡൽഹി PCC അധ്യക്ഷന്റെ കാര്യം ഇപ്പം അത് മാത്രമല്ല, ഇപ്പോൾ CPM-ന്റെ ഏറ്റവും വലിയ പ്രചാരണ ആയുധം എന്തായിരുന്നു? അതായത് മോദിക്കെതിരെ, NDA-ക്കെതിരെ പാർലമെന്റിൽ ശബ്ദമുയർത്താൻ ഈ കോൺഗ്രസ് ആണെങ്കിൽ ഇന്ന് കോൺഗ്രസ്, നാളെ BJP, അതായിരുന്നു നിങ്ങളുടെ ഏറ്റവും വലിയ പ്രചാരണായുധം. ആ ആയുധം ഇപ്പോൾ കോൺഗ്രസ് എടുത്തുപയോഗിക്കുകയാണ്. ആർക്കെതിരെ? നിങ്ങളുടെ മുന്നണിയുടെ കൺവീനർക്കെതിരെ. അത് അവരുടെ ജാള്യത കൊണ്ടാണ്. അവരുടെ പാർട്ടിയിൽ നിന്നാണല്ലോ പോയിരിക്കുന്നത്. 2 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കള്, അതിൽ ഒരാൾ അതിപ്രഗത്ഭയായ ഒരു മകളും, രണ്ടാമത്തെ ആള് KPCC-യുടെ തന്നെ ഉന്നത പദവിയിലിരുന്ന AICC-യുടെ തന്നെ പ്രചരണ വിഭാഗത്തിന്റെ തലവനൊക്കെ ആയിട്ടിരുന്ന, സൈബർ സെല്ലിന്റെ തലവനായിട്ടിരുന്ന AK ആന്റണിയുടെ മകൻ. അവരെല്ലാം പോയി. ഇപ്പോൾ ഈ KPCC പ്രസിഡന്റ് സുധാകരൻ പോകുന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് സംശയമുണ്ട്. 12 ഉന്നത നേതാക്കന്മാർ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങളോടൊപ്പം വരുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞത് സുധാകരനാണ്. സുരേന്ദ്രനാണ് BJP സംസ്ഥാനത്ത് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ്. അപ്പൊ അവരിൽ നിന്നൊരു ഒഴുക്കുണ്ടാവും. അത് നമുക്കതിന് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. ഓരോ ദിവസവും അവരുടെ പാർട്ടിയിൽ നിന്ന് ആളുകൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേശീയ ഒരു ഡൈനമിക് ആയിട്ടുള്ള ഒരു വ്യക്താവുണ്ട് AICC-യുടെ. ആ മനുഷ്യൻ രാജിവെച്ചിട്ട് 4 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പൊ അത് അവരുടെ ജാള്യത കൊണ്ടാണ്. ഇന്നും CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ, അനുഭാവികളോ BJP-ക്ക് ചൂണ്ടയിടാൻ പറ്റുന്നത് ആർക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഈ നാണമില്ലാത്ത BJP-ക്കാരും CPM-കാരെയും കോൺഗ്രസ്സുകാരെയും വലവീശാനായിട്ട് പലയിടത്തും അനുവാദമില്ലാണ്ട് തന്നെ ചെല്ലുന്നുണ്ട്. അതോടെ വീഴുന്നവർ കോൺഗ്രസ്സുകാരെ, CPM-കാരൊന്നും വീഴത്തില്ല.
ഇന്നലെ ഞാൻ മാതൃഭൂമി ചർച്ചയിൽ പറഞ്ഞതാണ്. എനിക്ക് ഇവിടെ പേര് പറയാൻ ഞാൻ ആ മാന്യത കൊണ്ട് പറയുന്നില്ല. എത്രയോ ബിഷപ്പ് ഹൗസുകളിൽ അവരുടെ അനുവാദമില്ലാതെ അവരോട് പെർമിഷൻ ചോദിക്കാതെ അവിടെ ചെന്ന് ബിഷപ്പുമാരെ കണ്ടിട്ടുണ്ട്. ബിഷപ്പ് ഹൗസിലൊക്കെ ചെന്ന് ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും സ്വീകരിക്കും. അത് നമ്മുടെ ഒരു പൈതൃകമാണ്. എവിടെയെല്ലാം അവർ പോയിട്ടുണ്ട്, അതിലേക്ക് പല ചിത്രങ്ങളും വന്നിട്ടുണ്ട്. ചോദിച്ചപ്പോൾ ജാള്യത ഇല്ലാണ്ട് പറയാം എന്നെ ക്ഷണിച്ചിട്ടാ പ്രഭാത പ്രശ്നത്തിന് വേണ്ടി ഞാൻ ചെന്നാ പറഞ്ഞത്. ആരും ക്ഷണിച്ചിട്ടൊന്നുമില്ല. 4 പേരെങ്കിലും ഇവരുമായിട്ട് കൂടിക്കാഴ്ചയിൽ നടത്തിയതിന്റെ പേരിൽ വോട്ട് കിട്ടുമെന്നുള്ള തന്ത്രമാണ്, ഉളുപ്പില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്. ഇതാ കേരളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചേക്കുട്ടി സാർ എത്ര കൃത്യമായ രീതിയിൽ പറഞ്ഞിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് വളരെ മോശമായി പോയത്. ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്താൻ പാടില്ല എന്നുള്ളതും. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചോളം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിനകത്ത് വൈരുദ്ധ്യമുണ്ട്. ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ല, ഇന്നലെ ശോഭാ സുരേന്ദ്രൻ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. രണ്ട് രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് മാന്യനായ വ്യക്തി എന്ന് പറയുന്നത് ഇ.പി. ജയരാജൻ തന്നെയാണ്. അത് തുറന്ന് സമ്മതിച്ചു. തീർച്ചയായും അത് തുറന്ന് സമ്മതിച്ചു. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ എൻ പി ചേക്കുട്ടി, അദ്ദേഹം തുറന്ന് സമ്മതിച്ചു. ആ തുറന്ന് സമ്മതിച്ച ദിവസം, അല്ലെങ്കിൽ ആ കുറ്റസമ്മതം നടത്തിയ ദിവസം ഏപ്രിൽ 26 കേരളം വിധി എഴുതുമ്പോൾ അതിരാവിലെ തന്നെ വന്ന ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ദിവസമാണ് അങ്ങനെ ഒരു കുറ്റസമ്മതം നടത്തിയത്. അത് എവിടെ വെച്ചു കണ്ടു, എങ്ങനെ കണ്ടു, കൃത്യമായി വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അത് അന്ന് വേണമായിരുന്നോ? അതിന്റെ ആവശ്യം എന്തായിരുന്നു? അത് ചർച്ചയാകണമെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നോ? അല്ല, ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ ഈ പ്രശ്നം അനാവശ്യമായിട്ടൊരു വിവാദമായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായും തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തിൽ ആണ് ഇത് വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ അദ്ദേഹം അത് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഞാനത് മനസ്സിലാക്കുന്നുള്ളൂ. അത് അദ്ദേഹം ഇതിലുള്ള പ്രശ്നം പിന്നെ ജാവേദ്കറെ പോലുള്ള ഒരു സീനിയർ ആയിട്ടുള്ള നേതാവിനെ കണ്ടു എന്നുള്ളത് അത് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. കാണുക എന്നുള്ളത്, ഞാൻ ചോദിക്കട്ടെ, കേരള രാഷ്ട്രീയത്തിലായാലും ശരി, ദേശീയ രാഷ്ട്രീയത്തിലായാലും ശരി, നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവിനെ കാണുക എന്നൊരു ക്രിമിനൽ കുറ്റമൊന്നുമല്ല. അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു നടപടി, ഒരു നിലപാടെടുക്കുന്നത് ശരിയുമല്ല. ഇന്ത്യ ഭരിക്കുന്ന, കേന്ദ്രം ഭരിക്കുന്ന, കേരളത്തിൻ്റെ റിസോഴ്സസുകളിലൂടെ മുഴുവൻ നിയന്ത്രണമുള്ള ഒരു സർക്കാരിൻ്റെ പ്രതിനിധിയുമായിട്ട്, അതിൻ്റെ പാർട്ടിയുടെ പ്രതിനിധിയുമായിട്ട് ഒരാൾ സംസാരിച്ചാൽ അത് 5 മിനിറ്റാണോ, വ്യക്തിഗതമാണോ, അതൊക്കെ നടത്തുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇപ്പോൾ കേന്ദ്രമന്ത്രിയല്ലേ, 2 വർഷമായി കേന്ദ്രമന്ത്രി അല്ല പ്രകാശ് ജാവദേക്കർ. ജാവദേക്കറിന് ഇപ്പോഴത്തെ ചുമതല ബി.ജെ.പിയിലേക്ക് എങ്ങനെ സമ്മതിച്ചു, അത് ശരിയാണ്. പക്ഷേ അദ്ദേഹം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അപ്പോൾ ആ നിലയിൽ പല തരത്തിലുള്ള ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കേണ്ടി, ഇതെല്ലാം BJP ചേരാൻ വേണ്ടിയിട്ടാണ് ആളുകൾ BJP-കാരോട് സംസാരിക്കുന്നത്. അങ്ങനെയുള്ളൊരു ഒന്നാമത്തെ 2-3 വിഷയങ്ങളുണ്ട്. ഒന്ന്, തീർച്ചയായും ഇ.പി. ജയരാജനോട് അദ്ദേഹത്തിൻ്റെ പാർട്ടി സമീപകാലത്ത് വളരെ മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. അതിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം PB-യിൽ ഇരിക്കേണ്ട ആളാണ്. സാധാരണ നിലയിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, കോടിയേരി ഭരണത്തിന് ശേഷം അദ്ദേഹം PB-യിൽ കയറേണ്ട ആളായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തേക്ക് PB-യിലേക്ക് അദ്ദേഹം പരിഗണിച്ചില്ല. പിന്നീട് സംസ്ഥാന സെക്രട്ടറി പദവി, സംസ്ഥാന സെക്രട്ടറിയിൽ അദ്ദേഹത്തെക്കാൾ എത്രയോ ജൂനിയർ ആയിട്ടുള്ള ആളാണ് എം.വി. ഗോവിന്ദൻ. മാത്രമല്ല, രാഷ്ട്രീയമായിട്ട് നോക്കിയാൽ അതിൻ്റെ അനുഭവ പരിചയമായാലും ശരി, രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിലെ ബന്ധങ്ങളുടെ കാര്യമായാലും ശരി, എല്ലാ കാര്യം മറ്റ് കക്ഷികളുമായിട്ടുള്ള ഇടപാടുകളായാലും ശരി, പൊതുവിൽ പാർട്ടിയെ നയിക്കാനുള്ള ശേഷിയായാലും ശരി, ഇതിലൊക്കെ തന്നെ ഇ.പി. ജയരാജനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ എം.വി. ഗോവിന്ദൻ വളരെ വളരെ താഴെയാണ്. എന്നിട്ടും ഇ.പി. ജയരാജൻ അവിടെയും താഴ്ന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പലതരത്തിലുള്ള മാനസിക പ്രയാസങ്ങളുണ്ട്. അദ്ദേഹത്തെ അവഗണിക്കുന്നുള്ള തോന്നലുണ്ട്. അത്തരം കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട്. അതൊരു വാസ്തവം തന്നെയാണ്. അത് പാർട്ടി പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ ആ രീതിയിൽ അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി ഒക്കെ മറികടന്ന് കാര്യങ്ങൾ നടക്കുമ്പോൾ, അദ്ദേഹം മാറി നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച എന്തുകൊണ്ട് നടക്കുന്നു? അവിടെയാണ് ഈ ചർച്ച പ്രസക്തമാകുന്നത്. ഞാൻ അതിഥികളിലേക്ക് വീണ്ടും പോവുകയാണ്. ശ്രീ എൻ പി ചേക്കുട്ടി, ഈ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് മറ്റൊരു കാര്യമുണ്ട്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട ഈ വിഷയം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യും എന്നൊരു ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞത് തോമസ് ഐസക് ആണ്. അപ്പം തോമസ് ഐസക് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുവല്ലോ എന്ന് പറയുമ്പോൾ ഇ.പി. ജയരാജന്റെ മറുപടി, സ്വപ്ന സുരേഷിനെ കൊണ്ടുവന്നത് തോമസ് ഐസക്കിനെതിരെ പ്രചാരണ സമയത്ത് ആയുധമാക്കാൻ കൊണ്ടുവരാൻ ഇരുന്നതാണെന്ന കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇ.പി. ജയരാജൻ ഈ അഭിമുഖത്തിൽ. അതായത് തനിക്ക് മാത്രമല്ല ജാഗ്രത കുറവും, താൻ മാത്രമല്ല കുറ്റക്കാരൻ എന്നും കൂടി പറയുകയാണ് ഇ.പി. അവിടെ. അല്ല, കേരളത്തിലെ CPM-ൽ അതിൻ്റെ ലീഡർഷിപ്പിൽ ഒരുപാട് പടലപ്പിണക്കങ്ങളുണ്ട്. അതിലൊന്നും തർക്കമില്ല. ഉദാഹരണത്തിന് ഇ.പി. ജയരാജൻ തൃശ്ശൂരിലുണ്ടായിരുന്ന കാലത്ത്, തൃശ്ശൂരിലെ ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയുണ്ടായിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യാപാരി വ്യവസായി ഒരു കക്ഷി ഒരാളുണ്ട്, ഞാൻ അയാളുടെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് തോമസ് ഐസക് ധനകാര്യമന്ത്രിക്കെതിരായിട്ട് ഒരുപാട് നീക്കങ്ങൾ നടത്തിയിരുന്നു. അവർ തമ്മിൽ, ആ തരത്തിലുള്ള ആളുകൾക്ക് തമ്മിലൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട്, പരസ്പര വൈരുദ്ധ്യങ്ങളുണ്ട്, സംഘർഷങ്ങളുണ്ട്. തോമസ് ഐസക്കുമായിട്ടുണ്ടായിരുന്ന
ഉണ്ടായിരുന്ന ബന്ധങ്ങളിൽ വളരെ സംഘർഷാത്മകമായിരുന്നു. ഇതെല്ലാം കേരളത്തിൽ നമുക്കൊക്കെ അറിയുന്നതാണ്. അപ്പം അതുകൊണ്ട് കേരളത്തിലെ CPM-നകത്ത് പാർട്ടി ലീഡേഴ്സിൻ്റെ ഇടയിൽ പലതരത്തിലുള്ള സംഘർഷങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണല്ലോ ഈ വൈദേഹം റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ആരാ ഉന്നയിച്ചത്? അദ്ദേഹത്തിന് തന്നെ സഹപ്രവർത്തകനായിട്ടുള്ള പിന്നെ പി ജയരാജനാണ് ആ വിഷയം ഉന്നയിച്ചത്. പിന്നീട് പി ജയരാജൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഒരു ശ്രമം നടത്തി. അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ബന്ധുക്കൾക്ക് പിന്നെ സ്ഥാനമാനങ്ങൾ നൽകി വിഭജിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള ആ ഭാഗത്തുള്ള എന്താ പറയുക അദ്ദേഹത്തിന് തന്നെ പ്രദേശത്തുള്ള പിന്നെ പാർട്ടിക്കാർ തന്നെയാണ് പരാതി പാർട്ടിക്ക് സ്റ്റേറ്റ് കമ്മിറ്റി കൊടുത്തത്. അപ്പോൾ ആ തരത്തിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളാര് എന്നുള്ളതിനെ പറ്റി എല്ലാവർക്കും മറ്റു ചില അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ ആളുകളാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സംഘർഷങ്ങൾ, തർക്കങ്ങൾ, തമ്മിലടി, ഭിന്നിപ്പ്, പാരവെപ്പ് ഇതൊക്കെ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. അതൊക്കെ ഇരിക്കെ പോലും രാഷ്ട്രീയമായിട്ട് ഒരു പൊതു രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ ഒന്നിച്ചു നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ തരത്തിൽ നടക്കുന്ന വിഷയങ്ങൾ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയോ കേന്ദ്ര കമ്മിറ്റിയോ ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരേ ഒരു പരിഹാര മാർഗം. കാരണം ഇത്തരം തർക്കങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്ന ഒരു വിഷയമേ അല്ല, അത് ഉണ്ടാവും. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പം ആർക്കാണ് EPS സംശയം, അല്ലെങ്കിൽ ഒരു ജാഗ്രത കുറവെന്ന് മാത്രം നമുക്ക് പറയാൻ കഴിയുമോ, നമുക്ക് വിലയിരുത്താൻ കഴിയുമോ? കാരണം തോമസ് ഐസക് പറയുകയാണ് അതത്ര നിഷ്കളങ്കമായ ഒരു കൂടിക്കാഴ്ചയല്ല, അത് സംസ്ഥാന സെക്രട്ടറിയിൽ ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന്. ഇപ്പോൾ ഘടകകക്ഷികൾ CPI നിന്ന് ബിനോയ് വിശ്വമൊക്കെ രൂക്ഷമായ ഭാഷയിലാണ് ഈ കൂടിക്കാഴ്ചയെ വിമർശിക്കുന്നത്. കാരണം അവർ കൂടി വിശദീകരിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിലൂടെ വിശദീകരണം കൊടുക്കാനുള്ള എല്ലാ താങ്കൾ പറയുന്നത് എനിക്ക് കൃത്യമായി കേൾക്കാൻ കഴിയുന്നില്ല. ഓഡിയോക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് ശരിയാക്കിയിട്ട് ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ NP ചേക്കുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിലയിരുത്തലുകൾ അല്ലെങ്കിൽ ഒരു പടലപ്പിണക്കമെന്ന് പറഞ്ഞ് മാത്രം തീർക്കാൻ കഴിയുമോ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിൽ പല കാലങ്ങളിലായി മാറ്റി വെക്കപ്പെടുന്നു എന്നുള്ളൊരു അസ്വസ്ഥതയിലാണ് EP ജയരാജനുള്ളത്. ആ സമയത്താണ് ഈ കൂടിക്കാഴ്ചകളും ഈ രീതിയിലുള്ള വാർത്തകളും ഒക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടി ഭയക്കുന്നുണ്ടോ ഇപ്പോൾ പുറത്തു വന്നതിൽ കൂടുതൽ എന്തെങ്കിലും തെളിവുകളും രേഖകളും ഒക്കെ പുറത്തേക്ക് വരാനിരിക്കുന്നുണ്ടെന്ന്? അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നടപടി എന്ന രീതിയിൽ അഭ്യൂഹങ്ങളൊക്കെ കേൾക്കുന്നത്. അല്ല, ഒന്നാമത്തെ കാര്യം, ഇത് EP ജയരാജന് മാത്രമല്ല പല ആളുകൾക്കും, പാർട്ടിയിലെ പല ആളുകൾക്കും ഇത്തരത്തിലുള്ള ഇടപാടുകളുണ്ട്, ബന്ധങ്ങളുണ്ട്, ബിസിനസ് ഉണ്ട്, ധാരാളം ബിസിനസ്സുകളുണ്ട്, ബന്ധങ്ങളുണ്ട്. ഇതെല്ലാം ഈ കോടിയേരിൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു, പിണറായിയുടെ മകളെ സംബന്ധിച്ചിട്ടുള്ള പരാതിയുണ്ട്, EP-യുടെ മകനെ സംബന്ധിച്ച് EP അങ്ങനെ പല ആളുകളെ കുറിച്ചുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പരാതികൾ, പരിഭവങ്ങൾ, പ്രശ്നങ്ങൾ 5 കൊല്ലം കഴിഞ്ഞു. 10ാമത്തെ വർഷത്തിലേക്ക് സർക്കാർ പോകുന്ന സമയത്ത് പാർട്ടിക്കകത്തൊരു ജീർണതയുണ്ട്. ആ ജീർണത പാർട്ടി നേതാക്കളെ ബാധിച്ചിട്ടുണ്ട്, അവരുടെ കുടുംബങ്ങളെ ബാധിച്ചിട്ടുണ്ട്, പാർട്ടിയുടെ അടിമുടി അത് ബാധിച്ചിട്ടുണ്ട്. അതിൽ EP ജയരാജനെ മാത്രം സെലക്ട് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് അദ്ദേഹത്തെ മാത്രം ഒരു ഉദാഹരണമായിട്ട് അദ്ദേഹത്തെ മാത്രം പിന്നെ ശരിപ്പെടുത്തി കളയാം എന്ന് വിചാരിച്ച സ്വാഭാവികമായിട്ടും അദ്ദേഹം തിരിച്ചടിക്കും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അപ്പോൾ അതിൽ പിന്നെ EP ജയരാജനെ പോലുള്ള ഒരാളെ ഏകപക്ഷീയമായിട്ട് ടാർഗറ്റ് ചെയ്ത് കളയാം, അദ്ദേഹത്തെ ഒരു ഇരയാക്കി മാറ്റാം എന്നൊന്നും ആരും വിചാരിച്ച് നടക്കില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഈ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്തു പോകും. സെൻട്രൽ സെക്രട്ടറി പരിശോധിക്കും, അദ്ദേഹത്തെ ഒരുപക്ഷെ ഒരു ചെറിയ താക്കീത് കൊടുക്കും, കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പോകും, കേന്ദ്ര കമ്മിറ്റിയെ പരിശോധിക്കും എന്നല്ലാതെ EP ജയരാജനെതിരായിട്ട് ഒരു നടപടി എന്ന നിലയിലേക്ക് പോകാൻ ഒരു സാധ്യതയും ഇന്ന് ഉണ്ടുള്ളതായിട്ട് തോന്നുന്നു. കാരണം അതിന് പറ്റിയ തരത്തിലുള്ള ഏതെങ്കിലും തെറ്റ് അദ്ദേഹം ചെയ്തതായിട്ട് ഒരിക്കലും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം ഒരാളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അതിനപ്പുറം അദ്ദേഹം BJP പോകാൻ ശ്രമിച്ചതായിട്ടൊന്നും തെളിയിക്കാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ ഇല്ല. ശരി, വളരെയധികം നന്ദി ശ്രീ NP ചേക്കുട്ടി. അതോടൊപ്പം തന്നെ ശ്രീ റെജി ലൂക്കോസ് ഇത്രയും നേരം സംസാരിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്.